ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമുക്ക് നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത ഷെയ്ഡുകളും പാടുകളും എല്ലാം മാറി മുഖം നല്ല ക്ലീൻ ആവാനുള്ള ഒരു മാജിക്കൽ പാക്ക് എന്ന് തന്നെ പറയാം. അത്ര എഫക്റ്റീവായിട്ടുള്ള ഒരു പാക്കാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. നമ്മുടെ മുഖത്തുണ്ടാകുന്ന കുറച്ച് 2-3 പേരെല്ലാം എൻ്റെ അടുത്ത് ചോദിച്ച് കറുത്ത ഈ ബ്ലാക്കും അല്ല ബ്രൗണും അല്ലാത്ത ഷെയ്ഡിൽ ഇങ്ങനെ കുത്ത് പാടുകളിങ്ങനെ മുഖത്ത് ധാരാളമായി കാണുന്നു. അതിനെന്താണ് ഇത് പരിഹാരം എന്ന് 2-3 പേര് എൻ്റെ അടുത്ത് കമൻസിലൂടെ ചോദിച്ച് അതിനും കൂടെയുള്ള ഒരു മറുപടി ആയിട്ടാണ് ഈ വീഡിയോ. എൻ്റെ മുഖത്ത് ഒരുപാട് കുത്തൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ പാക്ക് ഒരു കുറച്ച് ദിവസം കൊണ്ട് യൂസ് ചെയ്ത് നോക്കിയപ്പം എനിക്ക് നല്ലൊരു എഫക്റ്റ് ഈ പാക്ക് യൂസ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടി. ഞാനിത് യൂട്യൂബിൽ ഒരു ഇംഗ്ലീഷ് ചാനലിൽ കണ്ട് ഞാൻ പരീക്ഷിച്ച് നോക്കിയതാണ്. പക്ഷേ എനിക്ക് നല്ലൊരു എഫക്റ്റ് ആയിരുന്നു. ആ ഒരു പാക്ക് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാണ്. അപ്പോൾ നമുക്ക് ആ പാക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. ഇത് നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ ഇതിന് 2 സ്റ്റെപ്പുണ്ട്. ഈ സ്റ്റെപ്പ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഫസ്റ്റ് നമുക്കൊരു സിറം ഉണ്ടാക്കണം. ആ സിറം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ പാക്ക് യൂസ് ചെയ്യണത്. അപ്പോൾ സിറം നമ്മൾ ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടുന്നത് റോസ് വാട്ടറാണ്. റോസ് വാട്ടർ വേണം. പിന്നെ വേണ്ടുന്നത് ആപ്പിൾ സിഡാർ വിനിഗർ. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തുള്ള ഒരു സിറമാണ് നമ്മൾ ഫേസിൽ ആദ്യം ഒന്ന് അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ഈ പാക്ക് ഇടാനുള്ളത്. അപ്പോൾ ആ സിറം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. നമ്മൾ ഈ റോസ് വാട്ടർ നമുക്കിപ്പോൾ എനിക്ക് ഉണ്ടാക്കിയത് ഒരുപാട് ഇരിക്കുന്നതുകൊണ്ട് ഞാനിപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം എടുക്കുകയാണ്. ഞാനിപ്പോൾ അതായത് ഒരു ടീസ്പൂൺ നിറച്ച് ഞാൻ റോസ് വാട്ടർ എടുത്ത് 1 ടീസ്പൂൺ നിറച്ച് ഞാൻ റോസ് വാട്ടർ എടുത്ത്. അപ്പം ഞാൻ ആപ്പിൾ സിഡാർ വിനിഗർ 1 ടീസ്പൂൺ നിറച്ചെടുക്കുന്നില്ല, കുറച്ച് ഒരു 1/4 ടീസ്പൂൺ എടുത്ത് ഇത് രണ്ടും കൂടെ നമ്മൾ നല്ലവണ്ണം മിക്സ് ചെയ്യണം. നല്ലവണ്ണം കുറച്ച് നേരം നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ നമുക്കൊരു ബോട്ടിലിൽ അടച്ച് നമുക്ക് സൂക്ഷിക്കാം. റോസ് വാട്ടറിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓപ്പൺ പോർസിനെല്ലാം ചുരുങ്ങാൻ സഹായിക്കുന്നു. പിന്നെ മുഖത്തിന് നല്ലൊരു ഷൈനിങ് കൊടുക്കാനും റോസ് വാട്ടർ സഹായിക്കും. റോസ് വാട്ടർ നമ്മൾ സിറമായിട്ട് ഒരു ടോണറായിട്ട് നമുക്ക് റോസ് വാട്ടർ നമുക്ക് യൂസ് ചെയ്യാൻ മുഖത്ത് നല്ല ഒരു എഫക്റ്റീവാണ് റോസ് വാട്ടർ. നമ്മൾ ആപ്പിൾ സിഡാർ വിനിഗർ ആണെങ്കിൽ സ്കിന്ന് ബ്രൈറ്റൻ ചെയ്യാൻ സഹായിക്കും. സ്കിന്നിലുണ്ടാകുന്ന ഹൈപ്പർ പിഗ്മെൻറ്റേഷനെ എല്ലാം തടഞ്ഞ് സ്കിന്നെ നല്ല ക്ലിയർ ആക്കാൻ നമ്മൾ ആപ്പിൾ സിഡാർ വിനിഗർ സഹായിക്കും. അതുമാത്രമല്ല വളരെ എഫക്റ്റീവാണ് മുട്ടുവേദനയ്ക്ക്. കല്ലുപ്പും ഈ ആപ്പിൾ സിഡാർ വിനിഗർ കൊണ്ട് മിക്സ് ചെയ്ത് നമ്മൾ കോട്ടണിൽ എടുത്ത് വെച്ചതിന് ശേഷം നമ്മളെ മുട്ടിലൊക്കെ വെച്ച് കെട്ടുകയാണെന്നുണ്ടെങ്കിൽ വളരെ എഫക്റ്റീവാണ്. ഞാൻ അങ്ങനെ മുട്ടുവേദനയൊക്കെ ഒത്തിരി ഉണ്ട്. എനിക്ക് ഭയങ്കര പ്രയാസം തോന്നുമ്പോൾ ഞാനങ്ങനെ ചെയ്യാറുണ്ട്. അതിനെനിക്ക് നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള അതിനുള്ള ഫലവും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് ഞാൻ നിങ്ങളടുത്ത് പറയണത്. അപ്പോൾ ആപ്പിൾ സിഡാർ വിനിഗർ എന്തുകൊണ്ടും സൗന്ദര്യത്തിനും നല്ല ഒരു എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ് ആപ്പിൾ സിഡാർ വിനിഗർ. അപ്പം നമ്മൾ ഈ റോസ് വാട്ടറും ആപ്പിൾ സിഡാർ വിനിഗറും കൂടെ നമ്മൾ നല്ലവണ്ണം മിക്സ് ചെയ്ത് ഇങ്ങനെയുള്ളൊരു ബോട്ടിലിൽ, ഇപ്പോൾ എന്തെങ്കിലും ചെറിയൊരു ബോട്ടിലാണ്, ഇതിൽ നമ്മൾ അടച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാം. അങ്ങനെ നമ്മളുടെ റോസ് വാട്ടറും ആപ്പിൾ സിഡാർ വിനിഗറും മിക്സ് ചെയ്ത ആ ഒരു ലായനി ഞാനിതിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് ഇത് തുറന്ന് ഇങ്ങനെ നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാം. പിന്നെ അടുത്തത് വേണ്ടുന്നത്, അപ്പം നമ്മൾ പറഞ്ഞ പാക്കാണ് ഇനി അടുത്ത ഉണ്ടാക്കാൻ പോകുന്നത്. പാക്ക് ഇടുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ സിറം മുഖത്ത് അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ആ പാക്ക് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. അപ്പം എന്നാലേ നമ്മൾ ഇടുന്ന പാക്കിനുള്ള എഫക്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഈ സിറം നമുക്ക് ദിവസവും രാവിലെയും വൈകുന്നേരവും നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാം. നല്ല എഫക്റ്റീവാണ്. ഒരു സൈഡ് എഫക്റ്റും ഇല്ല. എല്ലാ സ്കിന്നുകാർക്കും ഇത് സ്യൂട്ടാവും. അപ്പം നമുക്ക് എങ്ങനെയാണ് ആ പാക്ക് ഉണ്ടാക്കുന്നത് കാണാം. പാക്ക് ഉണ്ടാക്കാനായി നമുക്ക് വേണ്ടുന്നത് 2 ടേബിൾ സ്പൂൺ കടലമാവാണ്. കടലമാവിൻ്റെ ഗുണങ്ങൾ അറിയാമല്ലോ. സ്കിന്ന് നല്ലവണ്ണം ബ്രൈറ്റൻ ആക്കുന്നു, സ്കിന്ന് നല്ലവണ്ണം സ്മൂത്തനാക്കുന്നു, സ്കിന്നിലുള്ള കറുത്ത ഷെയ്ഡുകളെല്ലാം മാറ്റുന്നു. നമുക്ക് അതൊരു ക്ലെൻസറായിട്ട് ഉപയോഗിക്കാം, ഫേസ് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കാം. അങ്ങനെ കടലമാവ് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ് കടലമാവ്. അതുപോലെ തന്നെ നമുക്ക് വേണ്ടുന്ന 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്.
നമ്മൾ കടലമാവ് എടുത്തതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി. അരിപ്പൊടി എന്നുള്ള സ്കിന്ന് ബ്രൈറ്റൺ ആക്കാൻ സഹായിക്കും അരിപ്പൊടി. പിന്നെ നമ്മൾ അരിപ്പൊടി വെച്ച് നമുക്കൊരു സ്ക്രബ് ഇഫക്റ്റ് കിട്ടും. മുഖത്തിന് എക്സ്ഫോളിയേഷന് സഹായിക്കുന്ന ഒന്നാണ് അരിപ്പൊടി. അപ്പം അരിപ്പൊടിയും കടലമാവും നല്ലോണം മിക്സ് ചെയ്യുക. ഒപ്പം നമുക്ക് വേണ്ടുന്നത് തേനാണ്. തേന് നമ്മുടെ സ്കിന്നെ ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാൻ സഹായിക്കുന്നു. അത് 1 സ്പൂൺ മതിയേ. നമ്മൾ അത് കടലമാവും അരിപ്പൊടിയും നമ്മൾ 2 സ്പൂൺ എടുത്തപ്പോൾ ഇത് നമുക്ക് 1 സ്പൂൺ. അത് മിക്സ് ചെയ്യുക. പിന്നെ നമുക്ക് വേണ്ടുന്നത് പാലാണ്. പാല് നല്ലൊരു ക്ലെൻസറാണ്. റോ മിൽക്ക് എന്ന് പറഞ്ഞാൽ നല്ലൊരു ക്ലെൻസറാണ്. അത് നമ്മളെ സ്കിന്നെ ക്ലീൻ ചെയ്യാൻ സഹായിക്കുന്നു. സ്കിന്നിനെ നല്ലോണം ബ്രൈറ്റൻ ചെയ്യാൻ സഹായിക്കുന്നു. നമ്മൾ വെറുതെ പാല് എടുത്ത് ഒരു കോട്ടൺ മുക്കി ഒന്ന് തുടച്ചാലും മതി, നമ്മുടെ സ്കിന്ന് നല്ലോണം ക്ലീൻ ആവും. അപ്പം നമ്മൾ കടലമാവ് എടുത്തു, അരിപ്പൊടി എടുത്തു, അതുപോലെ തന്നെ നമ്മൾ തേനെടുത്തു. ഇനി നമുക്ക് വേണ്ടുന്ന ഒന്നാണ് പഴം. ഒരു പഴത്തിൻ്റെ പകുതി എടുത്തതിന് ശേഷം അതിനെ നമ്മളൊന്ന് നല്ലവണ്ണം ഉടച്ചെടുക്കണേ. നല്ലവണ്ണം ഒന്ന് ഉടച്ചതിന് ശേഷം നമുക്കതും കൂടെ പഴവും കൂടെ അതിലോട്ടൊന്ന് മിക്സ് ചെയ്യണം. നമുക്കൊന്ന് ഉടച്ചെടുക്കാം. പഴം നല്ലവണ്ണം ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. മിക്സ് ആവണമെങ്കിൽ നമുക്ക് 1 ടീസ്പൂൺ പാലും കൂടെ ഒഴിക്കാം. 1 ടീസ്പൂൺ പാലും കൂടെ വേണം. നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ പാലും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് ഇതിനെ നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. ഏതൊരു പാക്കും നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ നമ്മുടെ ഫേസ് നല്ലവണ്ണം ക്ലീനായി കഴുകി ഫേസ് വാഷൊക്കെ ഉപയോഗിച്ച് കഴുകി നല്ല നീറ്റാക്കി ഇരിക്കണേ. അപ്പം ഞാൻ ഫേസ് വാഷൊക്കെ ഉപയോഗിച്ച് കഴുകിയതാണ്. എന്നിട്ട് ഞാൻ ഈ റോ മിൽക്കില്ലേ അത് വഴി ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുകയാണ് മുഖം. ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ആ സിറം, റോസ് വാട്ടറും ആപ്പിൾ സിഡർ വിനെഗറുള്ള സിറം നമ്മൾ മുഖത്തൊന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് മതി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അത് മുഖത്ത് നല്ലവണ്ണം ഒന്ന് മസാജ് ചെയ്ത് വയ്ക്കുക. കണ്ട താഴെയില്ല വെച്ചതിന് ശേഷമാണ് നമ്മൾ ഈ പാക്ക് യൂസ് ചെയ്യണത്. അപ്പോൾ നമുക്ക് പാക്ക് യൂസ് ചെയ്യാമേ. പാക്ക് നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് പാക്ക് യൂസ് ചെയ്യണേ. നല്ല തിക്കായിട്ട് യൂസ് ചെയ്ത് നല്ലവണ്ണം ഉണങ്ങുമ്പോൾ അതൊരു 15-20 മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ ഉണങ്ങി കഴിയുമ്പോൾ നമുക്കിതിനെ പാലോ അല്ലെങ്കിൽ വെള്ളമോ, ഞാൻ പ്രിഫർ ചെയ്യുന്ന പാലാണ്. പാലുപയോഗിച്ച് നല്ലവണ്ണം ഒന്ന് റൗണ്ട് മസാജ് ചെയ്ത് നമുക്ക് ഹെഡ്സൊക്കെ ഉണ്ടെങ്കിൽ നല്ലവണ്ണം ഉരച്ച് നമുക്കങ്ങ് മാറ്റാം. അപ്പം ഇത് ഒരു പാക്കുമാണ്, ഒപ്പം തന്നെ ഇതൊരു സ്ക്രബുമാണ്. 2 എഫക്റ്റും നമുക്ക് ഇത് തരുവേ. അപ്പോൾ നമുക്ക് ഇത് നല്ലോണം ഉണങ്ങിയിട്ട് കാണാം. അങ്ങനെ 20 മിനിറ്റ് ആയിട്ടുണ്ട്. 20 മിനിറ്റ് ആയപ്പം നല്ലോണം ഉണങ്ങി പിടിച്ച. അപ്പം ഞാൻ റോ മിൽക്കാണ് അത് കുറച്ചെടുത്ത് അതുകൊണ്ട് നല്ലവണ്ണം ഒന്ന് മസാജ് ചെയ്ത് ഒന്ന് മാറ്റണേ. ഒന്ന് കുതിർത്തതിന് ശേഷം നമുക്ക് മസാജ് കൊടുക്കാം. നല്ല
റിസൾട്ടുള്ള നല്ല ഒരു പാക്കാണിത്. നമുക്ക് വാഷ് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഞാൻ മുഖമെല്ലാം കഴുകി നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു ഫേഷ്യലാണ്, നല്ലൊരു പാക്കാണ്. അപ്പം നിങ്ങളെല്ലാവരും ഈ പാക്ക് ഒന്നുണ്ടാക്കി നോക്കി ഫേസിൽ അപ്ലൈ ചെയ്യണം. അതിനേക്കാളും പാക്കിനേക്കാളും ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാനാണ് നമ്മൾ ആ സിറം. അതും ഉണ്ടാക്കി ഇങ്ങനെയൊക്കെയുള്ള ഒരു ചെറിയ കുപ്പികളിലൊക്കെ നമ്മൾ അടച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്കിതിനെ എടുത്തൊന്ന് രാവിലെയും രാത്രിയൊക്കെ ഒന്ന് മുഖത്ത് ഒന്ന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കറുത്ത ഷെയ്ഡുകളെല്ലാം മാറി മുഖം നല്ല ക്ലിയർ ആവുകയെ. ഇത് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള ഒരു പാക്കാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ഒപ്പം സബ്സ്ക്രൈബും ചെയ്യണേ. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.